ജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉള്ളത്. ഈ രണ്ട് പ്രദേശങ്ങളും ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു. ഇതുവരെ 144 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 79 പുരുഷന്മാരും 64 സ്ത്രീകളും. 191 പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം സംഗതികൾ പൊതുവെ വിലയിരുത്തുകയുണ്ടായി. ഈ ദുരന്തത്തിൽ മന്ത്രിസഭാ യോഗം അനുശോചനവും രേഖപ്പെടുത്തി. ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ 1592 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതമായതും അതിവിപുലവുമായ ദൗത്യത്തിൻ്റെ നേട്ടം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിൻ്റെ സമീപസ്ഥലങ്ങളിലുള്ള 68 കുടുംബങ്ങളിലെ 206 പേരെയായിരുന്നു 3 ക്യാമ്പുകളിലാക്കി മാറ്റിയത്. 75 പുരുഷന്മാർ, 88 സ്ത്രീകൾ, 43 കുട്ടികൾ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവർ, വീടുകളിൽ കുടുങ്ങിപ്പോയവർ, ഇങ്ങനെയുള്ള 1386 പേരെ 1386 പേര് തുറന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി. ഇതിൽ 528 പുരുഷന്മാർ, 559 സ്ത്രീകൾ, 299 കുട്ടികൾ 7 ക്യാമ്പുകളിലേക്കായാണ് മാറ്റിയത്. 201 പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമായി. ഇതിൽ 90 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വയനാട് ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണുള്ളത്. അതിൽ 19 പേര് ഗർഭിണികളാണ്. മേപ്പാടിയിൽ 8 ക്യാമ്പുകളുണ്ട്. മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ 1486 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞതാണ്. ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ സന്നാഹ സംഘം നിലവിൽ 1167 പേർ ഉൾപ്പെടുന്നതാണ്. അവരെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അതിൽ 10 സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള 645 അഗ്നിസേനാ അംഗങ്ങൾ, 94 NDRF അംഗങ്ങൾ, 167 DSC അംഗങ്ങൾ, MEGയിൽ നിന്നുള്ള 153 പേര് ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്.
രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക. താൽക്കാലിക കയർപ്പാലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ താൽക്കാലിക കയർപ്പാലത്തിലൂടെ റെസ്ക്യൂ ടീമിനെ എത്തിക്കുക പരിഗണനയാണ് നൽകുന്നത്. റോഡ് തടസ്സം ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത്. അതേപോലെ തന്നെ അട്ടമലയും ചൂരൽമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നേവിയുടെ സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേന, കേരള പോലീസ്, വിവിധ സേനാ വിഭാഗങ്ങൾ, വിവിധ വകുപ്പുകൾ ഇവയെല്ലാം ചേർന്ന് ഏകോപിതവും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് 132 സേനാംഗങ്ങൾ കൂടി എത്തി. കണ്ണൂർ DSCയിൽ നിന്ന് 6 ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 67 സേനാംഗങ്ങളുമുണ്ട്. താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ചൊവ്വാഴ്ച സന്ധ്യയോടെ സജ്ജമായിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടി. പാലത്തിലൂടെ ആളുകളെ ചൂരൽമലയിലേക്കും അവിടെ നിന്ന് ആശുപത്രിയിലേക്കും എത്തിക്കാനാവുന്നുണ്ട്. വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചും കുരുങ്ങിക്കിടന്ന ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ശ്രമിക്കും. ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. NDRFൻ്റെ 3 ടീമുകളുണ്ട്. മദ്രാസ് റെജിമെൻറ്റ്, ഡിഫൻസ് സർവീസ് കോപ്സ് എന്നിവർ ഡിങ്കി ബോട്ട്സും വടവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ലോക്കൽ പോലീസിൻ്റെ 350 പേർ സ്ഥലത്തുണ്ട്. കേരള പോലീസിൻ്റെ കടാവർ നായകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ടീം, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയും ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 2 ഹെലികോപ്റ്ററുകൾ LLH Mi-7 ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ താലൂക്ക് തല കൺട്രോൾ റൂം തുടങ്ങി. മന്ത്രിമാരുടെ വിപുലമായൊരു സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ 55 അംഗങ്ങൾ, ആരോഗ്യവകുപ്പ്, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇവയെല്ലാം സർവസജ്ജമായി തന്നെ ചൂരൽമലയിലുണ്ട്. മുണ്ടക്കൈ ചെറാട്ടുകുന്ന് കോളനിയിൽ 32 പേരിൽ 22 പേരെ കണ്ടെത്തി. ഇതിൽ 24 പേരെ അട്ടമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേപ്പാടി പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രി സജ്ജമാക്കി. ചൂരൽമലയിലെ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്താൻ കൂടുതൽ ഫോറൻസിക് സംഘങ്ങളെ നിയോഗിച്ചു. പോസ്റ്റ്മോർട്ടം ടേബിളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. രാവിലെ കിട്ടിയ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തി. ഓരോ അരമണിക്കൂർ ഇടവിട്ട് കൃത്യമായ വിവരങ്ങൾ
ലഭ്യമാക്കി വരുന്നുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താനെത്തുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായമൊരുക്കി. ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചതുണ്ട്. അപ്പോൾ അവയിൽ ജനിതക പരിശോധനയ്ക്കായി സാമ്പിളുകൾ എടുക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പുകളിലും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് മാനസികാരോഗ്യ വിദഗ്ധരുടെയും കൗൺസിലർമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. വീടുകളിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിച്ച് മാനസിക പിന്തുണ ഉറപ്പാക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ആരംഭിച്ച സ്റ്റേറ്റ് കൺട്രോൾ റൂം പ്രവർത്തനം 24 മണിക്കൂറുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീം വയനാട്ടിലേക്ക് എത്തി. സർജറി, ഓർത്തോപീഡിക്സ്, കാർഡിയോളജി, സൈക്യാട്രി, ഫോറൻസിക് ഇത്രയും വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികം നിയോഗിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിൻ്റ് സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാണ്. ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും. കോഴിക്കോട്, തലശ്ശേരി ഉൾപ്പെടെ 4 സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറായിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റിൽ വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തി. ഇവിടെയും ആരോഗ്യ ടീമിനെ നിയോഗിക്കും. ചൂരൽമലയിൽ JCB നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് ലൈറ്റ് എത്തിക്കും. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിലും പ്രധാന ആശുപത്രികളിലും ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിക്കാനായി. ദുരന്തഭൂമിയോട് ചേർന്നുള്ള മേപ്പാടി ടൗണിലും മേപ്പാടി ഗവൺമെൻറ് ആശുപത്രി, വിംസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താനായി. പ്രാഥമിക വിവരം അനുസരിച്ച് ഏകദേശം 3 കോടി രൂപയുടെ നഷ്ടമാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് മാത്രം KSEBക്ക് മാത്രമായിട്ടുണ്ടായത്. വൈദ്യുതി പുനഃസ്ഥാപനത്തിനാവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാധനങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. വ്യോമസേനയുടെ 2ാമത്തെ വിമാനമാണ് ഇന്നെത്തിയത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 17 ട്രക്കുകളിലായി ഇവ ചൂരൽമലയിലെത്തിക്കും. ഇന്നലെ കണ്ണൂരിലെത്തിയ ആദ്യ വിമാനത്തിൽ നിന്നും ഇറക്കിയ പാലം നിർമ്മാണ സാമഗ്രികൾ ഇന്നലെ രാത്രിയോടെ തന്നെ 20 ട്രക്കുകളിലായി ചൂരൽമലയിലെ ദുരന്ത മേഖലയിൽ എത്തിച്ചിരുന്നു. പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. അവർ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉറപ്പു പറഞ്ഞത് നാളത്തേക്ക് പാലം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നാണ്. ദുരന്ത സാഹചര്യത്തെ നേരിടാനുള്ള അടിയന്തര നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പെട്രോൾ, ഡീസൽ പമ്പുകളിൽ ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ദുരന്ത മേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മൊബൈൽ ടവറുകൾ, ജനറേറ്ററുകൾ ഇവ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ
ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിൽ പ്രവർത്തനയോഗ്യമല്ലാതായ റേഷൻ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കും. ദുരന്തപ്രദേശത്ത് പ്രവർത്തിക്കുന്ന മേപ്പാടി, കൽപ്പറ്റ സൂപ്പർ മാർക്കറ്റുകളിലും കൽപ്പറ്റ ഡിപ്പോയുടെ കീഴിലുള്ള 13 ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങൾ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സപ്ലൈകോവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പെടുത്താൽ ഇന്നെവിടെയും റെഡ് അലേർട്ട് അറിയിച്ചിട്ടില്ല. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഇത്രയും ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അങ്ങനെ ആരോരും ഇല്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും എന്ന് ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് ഏറെയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട്. എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ്. എങ്കിലും ഒരായുസ്സിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവിപിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ ഇവരെല്ലാം 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നോർക്ക ഡയറക്ടർമാരിലൊരാളായ ജയകൃഷ്ണ മേനോൻ 1 കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ KSFE 5 കോടി രൂപയും, കനറ ബാങ്ക് 1 കോടി രൂപയും, KMML 50 ലക്ഷം രൂപയും, വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ ഇപ്പോൾ
തൊട്ട് മുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ EV വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട്. തമിഴ് ചലച്ചിത്ര നടൻ വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് 11 ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് നൽകുന്നുണ്ട്. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ്, ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടാത്തതായി വരും. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർ അത് നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവുക. അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയ അല്ലാതാകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത്. എന്നാൽ അതിൽ പങ്കാളികളായവർ ശേഖരിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് ജില്ലകളിലെ കലക്ട്രേറ്റുകളിൽ അത് കൈമാറാം. ഓരോ കലക്ടറും വയനാട് കലക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാൻ നൽകിയെടുക്കും. അതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ആവശ്യം പ്രത്യേകമായി വരുന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട്, ഒരു ഭാഗം വസ്തുതയല്ലാത്തതുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം. നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ. എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുക്കാറുണ്ടല്ലോ. ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല. ഒരു പഴിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത്. പരസ്പരം പഴിചാരേണ്ട സന്ദർഭവുമല്ല ഇത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ചും. നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ, അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അവിടെ 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ്. എന്നാൽ എത്ര മഴയാണ് പെയ്തത്? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴ. ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത്. അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായതിന് ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അവർ 29-ന് നൽകിയ മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് 4 തരം മുന്നറിയിപ്പുണ്ട്. ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം. അത് ഞാൻ പിന്നീട് പറയാം. ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ജൂലൈ 23 മുതൽ 28 വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല. ഇതാണ് വസ്തുത. 29-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ 30-ന് അതിരാവിലെ 6 മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചയ്ക്ക് 2 മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള 30-ാം തീയതിക്കും 31-ാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം. എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ. അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. ഇതെല്ലാമാണ് വസ്തുത. അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ NDRF സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ NDRF സംഘത്തെ ലഭ്യമാക്കിയിരുന്നു. അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ. 9 NDRF സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ്. വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു.
അത് സാധാരണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്, അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ്. കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു, ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ട് എന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയതുകൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ ഈ അപകടം നടന്ന സ്ഥലം, ഈ ദുരന്തം ആരംഭിച്ച പ്രഭവ കേന്ദ്രം അവിടുന്ന് 6-7 കിലോമീറ്റർ ഇപ്പുറത്താണ്. അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ. അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും പരസ്പരം പഴിചാരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റേതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ്? നേരത്തെ നമ്മൾക്ക് അത്തരമൊരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത്രയും കനത്ത മഴയല്ലേ ഓരോ ഘട്ടത്തിലും കിട്ടുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ? ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇതൊന്നും സാധാരണഗതിയിൽ പഴിചാരേണ്ട ഒരു ഘട്ടമല്ല. ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ. ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കഴിയുകയാണ്. അവരെ സഹായിക്കുക, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക, മണ്ണിനടിയിൽ കിടക്കുന്നവരെ അടക്കം കണ്ടെത്തുക, അതിന് കൂട്ടായ ശ്രമം നടത്തുക, ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അവിടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമമുണ്ട്, അതിനെ വീണ്ടെടുക്കുക. ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത്. ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത്. അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. നാളെ 11:30 മണിക്ക് വയനാട്ടിലെ കലക്ട്രേറ്റിൽ അവിടെയുള്ള സർവകക്ഷികളുടെ യോഗവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരുന്നുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അവിടെ നമ്മുടെ ആരോഗ്യ ടീം വളരെ സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ്. അത് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നല്ല ഏകോപിതമായിട്ട് തന്നെ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തരത്തിലുള്ള നമ്മുടെ വിദഗ്ധ സംഘങ്ങളാണ് അവിടെയുള്ളത്. ആ വിദഗ്ധ സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതൊന്നും
മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ്. അത് ആ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക. അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഞാനും പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം. ഇതിൽ ഈ ഏറ്റവും അടിയിലുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്വർ. അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം. ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ്. ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളാണ് ഭയങ്കര കേവന്മാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല. ഇന്ന് മന്ത്രിസഭാ യോഗം അത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതിനെ പറ്റിയ? ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലല്ലോ, പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം, അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം, ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കടക്കുന്നില്ല. അതൊന്നും പറയാനുള്ള സമയമല്ല ഇത്. അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ വസ്തുതാപരമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം. അതായത് മുന്നറിയിപ്പുകളുടെ ഭാഗം പൊതുവേ ഉള്ളതാണ്. നിങ്ങൾ ഇന്ന ആളുകളെ മാറ്റണം എന്നല്ല. ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്ന നടപടിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് കുറേ പേരെ ഇതിൻ്റെ ഭാഗമായി രക്ഷിക്കാൻ കഴിഞ്ഞത്. നിങ്ങളീ പറയുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാലും ഇപ്പം ദുരന്തമുണ്ടായ പ്രദേശം സമതല പ്രദേശമാണ്, നദീതീരമാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തം അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കില്ല. സാധാരണഗതിയിൽ അവിടെ ഉണ്ടാവും അവർ. നമ്മൾ കിലോമീറ്ററുകൾ വ്യത്യാസമല്ലേ കാണുന്നത്. 1 കിലോമീറ്ററിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്കറിയാലോ. ഇവിടെ 5-6 കിലോമീറ്ററിന് അപ്പുറത്തുണ്ടാകുന്ന ദുരന്തമല്ലേ ഇവിടെ വന്ന് ആ ഹതഭാഗ്യരെ ആകെ ഉറക്കത്ത് കൊണ്ടുപോകുന്നത്. അതാരെങ്കിലും പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താനാണ് നാം ഗൗരവമായി ശ്രമിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താനുള്ള വാസനയല്ല ഉണ്ടാകേണ്ടത്. ഇതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം. ഇനി അവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാം, വീണ്ടെടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ വീണ്ടെടുക്കാം, ഇതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല. ഇത്തരമൊരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല. ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ്. നമ്മൾ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ടാത്തവരാണോ? നമ്മുടെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ. അപ്പോൾ
അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം, എങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കാം, അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക. എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും. ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത്, അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം. അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും. ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത്. കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ്. അങ്ങനെയൊരു സംസ്കാര സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ. ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല. കാരണം അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയതാണ്. ഓരോ കൂട്ടരും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തത വരുത്തിയതാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമെന്ന് പ്രത്യേകമായി നോക്കിയാലേ പറയാൻ പറ്റും. നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിനാണല്ലോ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്കുള്ളത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആകൂ. ഇത് നമ്മൾ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല, രാജ്യവും ലോകവും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നം, അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴ പല ഘട്ടങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ. പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി എന്തൊക്കെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം, അതൊക്കെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യണം. നമ്മളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ചില കൃത്യമായ നടപടികളും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ നടപടികൾ എടുത്തു വരികയാണല്ലോ. അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലല്ലോ ഇത്. നമുക്ക് പിന്നീട് വിശദമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇല്ല, 2018 ലോകത്ത് നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണല്ലോ. ഒരു നൂറ്റാണ്ടിന് മുൻപുണ്ടായ പ്രളയം വീണ്ടും ആവർത്തിക്കുന്നൊരവസ്ഥയാണ് അതുണ്ടായത്. അത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. പക്ഷേ തൊട്ടു പിന്നാലെ 19 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഈ പറയുന്ന ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ചില അതിതീവ്ര മഴയും മറ്റു കാര്യങ്ങളും ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള കരുതൽ നടപടികൾ നമ്മൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതേസമയം നമ്മൾ മാത്രം ചെയ്താൽ പരിഹാരമാകുന്ന പ്രശ്നമല്ല ഇത്. അതിൻ്റെ രാജ്യത്തിൻ്റെ പങ്ക് അതിൻ്റെതായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലാണ് നമ്മൾ ഊന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അതല്ലേ അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരുന്നു ആദ്യം തന്നെ. അത് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത്. അത് അയച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു.